ഇന്ന് ഞാൻ 3 വീഡിയോ ചെയ്തു. ഒന്ന് മണി, ഒന്ന് മധു, പിന്നൊന്ന് മണിയും രാവിലെ ടീച്ചറും അനുവിൻ്റെ കാല് പിടിച്ചതും, പിന്നൊന്ന് ഞാൻ നേരത്തെ തുടങ്ങിയത് അരുവിനെതിരെ പറയാനാണ്. കാരണം എന്നെ വിളിച്ച് കുറച്ച് ബന്ധുക്കൾ പറഞ്ഞ് ഇന്ന് അരു മാത്രം വിളിക്കും ഈ വീഡിയോ കണ്ടിട്ട് എന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതുണ്ട്. അപ്പോൾ അരുവിൻ്റെ പറയാമെന്ന് മാത്രമല്ല, അതിലൊരു സങ്കടകരമായിട്ടുള്ള കാര്യമുണ്ട്. ഇത് രമളയമ്മയുടെ ശ്രദ്ധയ്ക്കാണ്. നിങ്ങളാണ് അവന് പെണ്ണ് ആക്കി കൊടുത്തത്. ആ പെൺകുട്ടീനെ ക്രൂരമായിട്ട് തല്ലി ചതക്കലാന്ന് എൻ്റെ പരിപാടിയാണ്. ഒരു 2 കൊല്ലം മുമ്പ് ആ പെൺകുട്ടി എവിടുന്നോ നമ്പർ സംഘടിപ്പിച്ചു. ഞാൻ ഇന്നുവരെ ആ പെൺകുച്ചിനെ കണ്ടിട്ടില്ല. സംഘടിപ്പിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ എന്താ അനുപേട്ടനല്ലേ? ഞാൻ പറഞ്ഞു അതെ, ആരാണ്? പറഞ്ഞു ആ കുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല, ഇന്ന ആളാണ്, അരുവിൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് പറ്റി മോളെ, എന്താ പ്രശ്നം, എന്താ എന്നെ വിളിക്കാൻ കാരണം? പറഞ്ഞു ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല, പുറത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതെനിക്കറിയാം, അതെനിക്ക് രത്നാർമാനോട് പോലും പറയാൻ പറ്റില്ല. അത്രക്കും വൃത്തികെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരു മനുഷ്യന്മാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റില്ല, ഒരു കോടതിയിലെ പോലീസ് സ്റ്റേഷനിൽ പോലും പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും മാറി നിൽക്കും. ഇത്രയും വൃത്തികെട്ട ജന്തുക്കളാണുള്ളത്. അത് അവർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ഒന്ന് വേണോ പറയാം, ബാത്റൂമിൽ വെള്ളം ഒഴിക്കൂല, ആ വീട് മൊത്തം മൂത്രത്തിൻ്റെ സ്മെല്ലാണ്. അതാ പെൺകുട്ടിക്ക് പറയാമല്ലോ. അത് ഒഴിക്കെന്ന് പറയുമ്പോൾ പറയും അതെന്തിന്, വെള്ളം കളയുന്ന എന്തിന്? ഞാൻ പറയുന്നില്ല കൂടുതൽ. അപ്പോൾ അരുവിൻ്റെ ഒരു കാര്യം പറയാം. അപ്പോൾ ഈ പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജീവിക്കാൻ പറ്റുന്നില്ല ചേട്ടാ, ഇങ്ങനെയാണ്. എന്നെ വടകരയിൽ കൊണ്ടുപോയിട്ട് ഒരു ക്വാർട്ടേഴ്സിൽ നിർത്തിക്കുകയാണ്. പിന്നെ ബംഗാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലാണ്. പിന്നെ അവിടെ ഒരു പുൽപ്പായ മാത്രമേ ഉള്ളൂ, ഒരു കുക്കറും ഉണ്ട്. ഞാൻ ഇങ്ങനെയൊന്നും, എൻ്റെ വീട്ടിൽ വലിയ കാശൊന്നും ഇല്ലായിരിക്കും, പക്ഷേ ഞാൻ വലിയ തെറ്റില്ലാതെ ജീവിച്ചു പോകുന്ന സമാധാനത്തിൽ എനിക്കും കുടുംബക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, എന്തിനും ഞാൻ ഇത്രയും അനുഭവിക്കേണ്ട ആവശ്യം എന്ന് പറഞ്ഞ്, പിന്നെ ഞാനൊരു തവണ ബാത്റൂം പോയിട്ടാകുമ്പോൾ പിന്നെ വെള്ളം തീർന്നു. ഞാൻ ഇവനോട് ഒന്ന് പമ്പ് ഓൺ ചെയ്യാൻ പറഞ്ഞിട്ട് ഇവൻ മൈൻഡ് ചെയ്യാതെ നടക്കുകയാണ്. ഞാൻ അതിനകത്ത് മണിക്കൂറുകളോളം നിന്നത് കാരണം അങ്ങനെ വരെ ഇവൻ എന്നെ ഉപദ്രവിക്കുന്നതായിരുന്നു. ഓരോ കാര്യത്തിനും ഇവൻ അമ്മേനെ വിളിക്കും, ഇവൻ്റെ അമ്മ പറയുന്ന പോലെ അവൻ കേൾക്കുന്നതായിരുന്നു. എനിക്കറിയില്ല ഇതെങ്ങോട്ട് പോകുന്നു. അപ്പോഴേക്കഥ പൊട്ടി അലറി ചിരിച്ചുകൊണ്ട് ഇവൻ ചാടി വീണായിരുന്നു. ചാടി വീണിട്ട് ഇവൻ അലറിക്കൊണ്ട് അവളടുത്ത് പറയാ, അവൻ്റെ ഒച്ച ഇപ്പോഴും എനിക്കത് കേൾക്കാറുണ്ട്. എനിക്കത് ഞാൻ പറയാം, അവൻ തള്ളു 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 തള്ളു, നീ തള്ളിക്കൊണ്ടിരിക്കുകയല്ലേ എന്നാന്ന് ഇവൻ പറയാം. എൻ്റെ അടുത്ത് അതിൻ്റെ റെക്കോർഡിങ് ഉണ്ടായിരുന്നു. ആ പെങ്കൊച്ചിൻ്റെ ഒച്ച ആയതുകൊണ്ട് ഞാൻ പുറത്തു വിടാത്തത്. അപ്പോൾ പിന്നെ കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ, നീ ആരോടാണ് ഈ സംസാരിക്കുന്നത് പറഞ്ഞു. ഇവള് ഫോൺ കട്ട് ചെയ്യാൻ നോക്കുകയാണ്, പക്ഷെ കട്ടായിട്ടില്ല. എന്നിട്ട് പെട്ടപ്പെട്ടാണ് അടിയുടെ ഒച്ച. അവളിങ്ങനെ നിലവിളിക്കുന്നു. ഇവനാണെങ്കിൽ അതിനെ ക്രൂരമായിട്ട് തല്ലിച്ചതക്കുന്നത് പറഞ്ഞു. രമളയമ്മയ്ക്കാണ് ഇതിന് ഇതിന്റെ ശാപം കിട്ടാറുണ്ട്. എന്തിനാ ആ ബധവനെല്ലാം